സുഹൃത്തുക്കളെ, പ്രമോദ് പെരുന്തോണ്ണയാണ്. പിന്നെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. നമ്മുടെ സംഗി ടി മോഹൻദാസിൻ്റെ ടി ജി മോഹൻദാസ് ഈ കുട്ടികൾ ഈ നീറ്റ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രൻസ് MBBS ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ്. നിങ്ങളും ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളും ഒരു എൻജിനീയറിങ് സ്റ്റുഡൻറ്റ്, എൻജിനീയറിങ് കഴിഞ്ഞ ആളാണ്. ഇത്തരം സംഘികൾക്ക് വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസമുള്ള ആൾ, ചാണകം മുക്കിയ കുറേ ആളുകളുണ്ട്, അവർ പലതും പറയും. പക്ഷെ നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസം നേടിയ ഒരു എൻജിനീയറായ ആൾ ഇങ്ങനെ ഈ കുട്ടികളെ അധിക്ഷേപിക്കരുത്. കുട്ടികൾക്ക് പാസ്പോർട്ട്, സമരത്ത് പങ്കെടുത്ത കുട്ടികൾക്ക് പാസ്പോർട്ട് കിട്ടില്ല, കോടതി കയറി ഇറങ്ങേണ്ടി വരും. കേരളത്തിൽ നിന്ന് പോയ കുട്ടികളെ ഡൽഹി കോടതിയിലേക്ക് കൊടുക്കും. ഇതൊക്കെ അറിയാത്തവരൊന്നല്ലടോ ഈ കുട്ടികൾ. ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ പറഞ്ഞാൽ ഈ കയ്യിൽ പിടിക്കണ സാധനമുണ്ട്. അതിൽ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്തൊക്കെയാണ് വകുപ്പ്, എന്തൊക്കെയാണ് കേസ്, എന്താണ് 356 വകുപ്പ് എന്നൊക്കെ ഏത് പൊട്ടനും ഇപ്പോൾ മൊബൈലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം നിന്നെ പോലെയല്ല പൊട്ടന്മാരും ചാണകവും ഗോമൂത്രവും കഴിക്കണവരല്ല ഇന്ത്യൻ ജനത, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്നോടൊക്കെ ഒരു ബഹുമാനമില്ല. നിന്നെ പോലെയല്ല കുറേ സംഖ്യകളുണ്ട്, സുരേഷ് ഗോപിനെ പോലെയല്ല ഒരു. എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ പറയണത് എന്താ? പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്ന് പറയുന്ന ആളുകളല്ലേ. അങ്ങനത്തെ വിഡ്ഢികളും ചാണകം തിന്നുന്നവരൊന്നും ഇവരൊന്നും ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ തെങ്ങിൻ്റെ തൊട്ടിലുള്ള വളമാണ് ചാണകം. അല്ലാതെ നിങ്ങളെപ്പോലെ അത് വായെ കൂടെ കഴിക്കണ ആളുകളല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു വരുന്നത്, മോഹൻദാസ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയുടെ സമരത്തിൽ പങ്കെടുത്ത ഗാന്ധിജി നല്ലൊരു നിയമജ്ഞനായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സമരത്തിന് വേണ്ടിയിട്ടാണ് മൂപ്പര് ഇന്ത്യയിലേക്ക് വരുന്നത്. സഖാവ് EMS ഏറ്റവും കേരളത്തിൽ തന്നെ ഉന്നത റാങ്ക് കിട്ടിയ ഒരാളാണ് ഈ സഖാവ് EMS. പെരുന്തോണ്ണ സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പഠിച്ചു. ആ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡിഗ്രി മുഴുമിക്കാതെ സമരത്തിൽ പങ്കെടുത്തത്. ഇപ്പം ചാണക സംഖ്യകൾ കയറി നിരങ്ങണ ഇന്ത്യയുടെ ലോകസഭയും രാജ്യസഭയൊക്കെ ഉണ്ടല്ലോ, അതിനൊരു ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തി BR അംബേദ്കർ. നിയമം, ഡോക്ടറേറ്റ്, MSc, PhD എല്ലാം കിട്ടിയ ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു ഹരിജൻ നേതാവ്, സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയായിരുന്നു. അവിടുന്നാണ് അദ്ദേഹം പഠിച്ചുണ്ടാക്കിയത്. ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു കേംബ്രിഡ്ജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞതാണ്. ഇന്ദിരാഗാന്ധി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ BAക്ക്, സാമ്പത്തിക ശാസ്ത്രം BAക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ അസുഖബാധിതയായിട്ട് പഠനം നിർത്തിയാണ്. അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴാണ് നമ്മുടെ മോഡി സാറിനെ കാണുന്നത്. മോഡി സാറിൻ്റെ യോഗ്യത ഈ TG മോഹൻദാസിന് പറയാൻ കഴിയുമോ? വേണ്ട. TG മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, MA വരെ പഠിച്ചു എന്നാണ് പറയണത്. MA സർട്ടിഫിക്കറ്റൊക്കെ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പണ്ടൊക്കെ ഈ കമ്പ്യൂട്ടർ വരുന്നത് രാജീവ് ഗാന്ധി വന്നതിന് ശേഷം, അതായത് ഒരു 84, 83 ആ കാലഘട്ടത്തിലാണ്. പക്ഷെ അന്നൊന്നും സർവകലാശാലകൾ കമ്പ്യൂട്ടർവൽക്കരണം നടന്നിട്ടില്ല. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ 83-ലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കണത്. മനസ്സിലായോ? ഇത് സംഖ്യകൾ ഓരോന്ന് ഇടലിൽ കാണാം. കടലിൻ്റെ അടിയിൽ ശിവലിംഗം, കടലിൻ്റെ അടിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഏത് കാലത്ത്? AD ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്. ആ സമയത്ത് ക്യാമറ കണ്ടുപിടിച്ചിട്ടില്ല.
ഇതൊക്കെ ഏതാൾക്കും ഇപ്പോൾ അതിൽ മൊബൈലിൽ 2 ഞെക്ക് ഞെക്കിയാൽ അറിയാം. അതാണ് നിങ്ങളെ സംഘികൾ ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നത്, ഇന്ത്യയിലെ ആളുകൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ ഞങ്ങളത് വിശ്വസിക്കില്ല. അപ്പോൾ 1983 ഡിഗ്രി കഴിഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജനിച്ച വർഷം ഏതാ അറിയോ? 1950. 1950 അദ്ദേഹം ജനിച്ചു. 1967 അദ്ദേഹം SLC പാസ്സായി എന്നതൊക്കെ ചരിത്രമാണ്. പക്ഷേ പിന്നെ അയാൾ MA പാസ്സാവണത് 1983 ഗുജറാത്ത് സർവകലാശാലയിൽ നിന്നാണ്. അപ്പോൾ എത്ര വർഷം? 16 വർഷം, നീണ്ട 16 വർഷം ഇരുന്ന് പഠിച്ചിട്ടാണ് മൂപ്പര് MA പാസ്സായത്. SLC കഴിഞ്ഞാൽ 3 കൊല്ലം, 2 കൊല്ലം പ്രീ ഡിഗ്രി, പിന്നെ ഒരു 3 കൊല്ലം ഡിഗ്രി, പിന്നെ അത് കഴിഞ്ഞാൽ 2 കൊല്ലം MA. അങ്ങനെ മാക്സിമം വരിക 2, 3, 5, 2, 7 കൊല്ലം. ഇതെന്താ അറിയോ? ഇരുന്നങ്ങോട്ട് പഠിച്ചു മൂടി 16 കൊല്ലം. എന്നിട്ടൊരു സർട്ടിഫിക്കറ്റ് നേടി. അത് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യണത്. മനസ്സിലായോ? ഈ നീറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യണത്. ഇത്രയും ആളുകളെ 3.5 കോടി ജനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ബിരുദത്തിന് പഠിക്കുന്നുണ്ട്. ആ കുട്ടികളൊക്കെ നോക്കുകുത്തിയാക്കുകയാണ് നിങ്ങൾ. അതിനെതിരെയാണ് സമരം. അവിടെയാണ് നിൻ്റെ പാസ്പോർട്ട് ആർക്ക് വേണടോ? ഈ പറയണ മറ്റേ ഗാന്ധിക്കോ, EMSനോ, അംബേദ്കർക്കോ, ഇന്ദിരാഗാന്ധിക്കോ, നെഹ്റുവിനോ ഇവർക്കൊന്നും വേണ്ടാത്ത പാസ്പോർട്ട് ഇനിയിപ്പോഴത്തെ കുട്ടികൾക്ക് വേണോ? എൻ്റെ ഭരണം ഏത് കാലത്തും ഇന്ത്യയിൽ തന്നെ ആവുമോ? പുതിയ ഗവൺമെൻറ് വരും. പുതിയ ഗവൺമെൻറ് വന്നാൽ ഈ കുട്ടികൾക്ക് 2 പാസ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. 1 അല്ല 2 പാസ്പോർട്ട്. പാകിസ്ഥാനിലൊക്കെ ചെയ്യണ പോലെ, ഈജിപ്തിലൊക്കെ ചെയ്യണത് അങ്ങനെയാണ്. കള്ളം എല്ലാ ആളുകൾക്കും പാസ്പോർട്ട്. അപ്പം എന്താ ചെയ്യുക? പാസ്പോർട്ട് പേടിപ്പിച്ചിട്ടാണ് ഞങ്ങളെ പേടിപ്പിക്കണം. പിന്നെ പോലീസിനെ കാട്ടിയിട്ടായി പേടിപ്പിക്കണം. ഇപ്പോൾ കേസേ ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. സമരം ജയിലിലൊന്നും പോയി കടന്നിട്ടില്ല, പക്ഷേ സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസുകളും ഉണ്ടായിട്ടുണ്ട്. ആ കേസുകൾ തീരൂലോ, വധശിക്ഷയ്ക്ക് വിധിക്കൊന്നുമില്ലല്ലോ. ഈ സമരത്ത് പങ്കെടുത്ത കുട്ടികളെ മുഴുവനെ നിങ്ങൾ ആൺകുട്ടികളാണെന്ന് വെച്ചാൽ ജയിലിൽ കൊണ്ടുപോയിട്. ലക്ഷം കുട്ടികളെ കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടുപോയിട്. ജയിലിൽ നിറയും. മനസ്സിലായോ? എന്നിട്ടാണ് ഞങ്ങളെ പേടിപ്പിക്കണത്. ഈ കേസ് പറഞ്ഞത് ഇങ്ങനെ കാലാകാലം എൻ്റെ മോടി ഭരിക്കുന്നത് വരെ എടുത്തു വയ്ക്കുമോ? ഇനി എടുത്തു വെച്ചാൽ തന്നെ കേസ് വിധിയാവും തീർപ്പാവുമൊന്നും ഇല്ലേ? ഇനി അത് പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു ഗവൺമെൻറ് വന്നാൽ ഈ കേസൊക്കെ ഞങ്ങൾ എഴുതി തള്ളും. ഒരു തർക്കമില്ല. അതിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ചുവടുവെപ്പ്. പിന്നെ ഇന്നലെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നമ്മളെ ചീഫ് ജസ്റ്റിസേ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, അയാൾ ഈ കുട്ടികൾ പഠിച്ച് വിദ്യാഭ്യാസം നേടിയ കുട്ടികളെ എന്തേ പറഞ്ഞറിയോ? പാറ്റകളാണ്. പക്ഷെ അയാൾ ഇന്ന് മാറ്റി പറഞ്ഞു കേട്ടോ. അപ്രിഷ്യേറ്റ്. എന്താ അറിയോ? ഞാൻ കുട്ടികളെയല്ല പറഞ്ഞത്, വ്യാജന്മാരെയാണ് പറഞ്ഞത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവരെ പറഞ്ഞത്. അതായത് മോഡിക്കിട്ടിട്ട് മോഡിയുടെ താഴെ ഇരുന്നിട്ട് മനസ്സിലായ? മോഡിയുടെ താഴെ ഇരുന്നിട്ട് ഇല്ല ചീഫ് ജസ്റ്റിസാണ് പറയണത്. ഞാൻ വ്യാജനയാണ് പറഞ്ഞത്. അപ്പം മോഡിക്കിട്ടിട്ട് താങ്ങിയതാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ട്. ചീഫ് ജസ്റ്റിസിന് അഭിനന്ദനങ്ങൾ. അത്രയെങ്കിലും പറഞ്ഞൂല്ലോ ഞങ്ങൾ. പിന്നെ കുട്ടികളെയൊക്കെ തൊട്ടാൽ ചാണകക്കാരെ തിരിച്ച് നല്ല കിട്ടും. പോലീസുകാർക്ക് കിട്ടണ പോലെ തിരിച്ച് നല്ല കിട്ടും. ഇപ്പോൾ മോഡിയുടെ മീഡിയക്കാർക്കൊക്കെ കിട്ടണില്ലേ? നല്ല അടി കിട്ടും. TG മോഹൻദാസ് ശ്രദ്ധിച്ചോളുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ? കുട്ടികളെ കണ്ണിലൊക്കെ പെട്ട ചിലവർ കല്ലെടുത്ത് എറിയടോ. വെറുതെ എന്തിനാ തല പൊട്ടണത്? അപ്പോൾ മാന്യ മര്യാദയ്ക്ക് ഇല്ല സംസാരിക്കുക. ഇവിടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഈ ജനസംഘത്തിൻ്റെ ആളുകളും സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? കമ്മ്യൂണിസ്റ്റുകാരും സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ആ സമരത്തിൻ്റെ മുന്നിലൊക്കെ ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ പാസ്പോർട്ട് കാട്ടിയിട്ടും പോലീസ് കേസ് ഉണ്ടാക്കിയിട്ടും കോടതി കയറി ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ നിൽക്കരുത്. ആ പേടിപ്പിക്കണ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ. ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് പിന്നെ നല്ല ബുദ്ധിയും വിവരവും മൊബൈലൊക്കെ കയ്യിലുണ്ടാവുകൊണ്ട് നല്ല നോളേജ് ഉണ്ട്. ടി ജി മോഹൻദാസ് ആരാന്നൊക്കെ നെറ്റിൽ ഇങ്ങോട്ട് അടിച്ചാൽ കുടുംബവും കുട്ടികളും ഭാര്യയും വല്യമ്മയും മുത്തച്ഛനടക്കം ഇങ്ങോട്ട് വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അനക്കൊക്കെ ചാണകമല്ല, അതിൻ്റെ ഒപ്പം ഗോമൂത്രം കുറച്ച് മറ്റതും കൂടി രാവിലെ പുറത്തേക്ക് വിടുന്നതും കൂടി തിന്നുകയാണ് നല്ലത്. ഓക്കെ.